ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റംബൂട്ടാൻ കൊണ്ടൊരു അച്ചാറാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം നല്ല പഴുത്തതൊന്നുമല്ല, ഇടത്തരമാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് പഴുത്ത് എടുത്താൽ അച്ചാറിന് ഭയങ്കര മധുരമായി പോകും. അതുകൊണ്ട് പഴവും പച്ചയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ തോലൊക്കെ ഒന്ന് പൊളിച്ച് കളഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഇത്രയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതിൻ്റെ തൊലി നമ്മൾ പൊളിച്ച് കളയും മാത്രമല്ല, ഇതിങ്ങനെ കീറി എടുക്കുന്നവരും ഉണ്ട്. പക്ഷേ ഞാൻ ഇത്ര ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഇത് മുഴുവനായിട്ടാണ് എനിക്ക് ഉണ്ടാക്കാൻ പോണേ കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ പൊടിയായിട്ടാണ് ഇഞ്ചി അരിഞ്ഞ് വെച്ചേക്കുന്നത്. അതങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർക്കുന്നത് നമ്മുടെ അച്ചാർ പൊടിയും കുറച്ച് വറ്റൽമുളക് പൊടിയും കൂടിയാണ് കേട്ടോ. പിന്നെ ശകലം മഞ്ഞൾപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അല്ലാതെ കായപ്പൊടിയൊന്നും പ്രത്യേകമായിട്ട് സെപ്പറേറ്റ് ഞാൻ ചേർക്കണില്ല. അപ്പോൾ ഇതാ നമ്മുടെ കറിവേപ്പിലയും കൂടെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും അച്ചാർ പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. റംബൂട്ടാനിൽ നിന്ന് ആ പൾപ്പ് മാത്രം എടുത്ത് അച്ചാറിടുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റി വേണം താനും. അതൊക്കെ ഒരുപാട് മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എളുപ്പത്തിൽ ഇത് മുഴുവനായിട്ട് ഇട്ടേക്കുന്നത് കേട്ടോ. നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് റംബൂട്ടാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പുളിയും മധുരവും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പം നമ്മുടെ ഈ സീസൺ കഴിഞ്ഞ് പോകുന്നതിൻ്റെ ഇപ്പുറം ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുണ്ടായതൊന്നും അല്ല, നമുക്കിത് കിട്ടിയതാണ്. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് എല്ലാം ഒന്ന് അരപ്പെല്ലാം നന്നായിട്ടൊന്ന് നമ്മുടെ റംബൂട്ടാനിൽ പറ്റിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ആ വെള്ളം ചേർത്ത ഉടനെ തന്നെ നമുക്ക് ഉപ്പും ചേർക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഇങ്ങനെ മൂടി വെച്ച് ഒരു 3 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മൾ ഒഴിച്ച ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരണം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് മൂടി വയ്ക്കാം. ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യേണ്ട, 2-3 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി. അത് മുഴുവനായിട്ട് ഇട്ടുകൊണ്ടാണ് കേട്ടോ അത്രയും നേരം എടുക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതായി വരും. പിന്നെ നമുക്ക് പണി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് മുഴുവനായിട്ട് ഇട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ജലാംശമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു കുറച്ച് വിനാഗിരി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റംബൂട്ടാൻ നല്ല രീതിയിൽ മധുരമുണ്ട്. അപ്പോൾ ആ ഒരു പുളിയും കൂടെ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിനീഗരിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ചേർത്ത് കൊടുത്താണ്. ഇല്ലയെന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല. ചെറിയ പുളിയും മധുരമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു അച്ചാറാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും സീസൺ കഴിഞ്ഞ് പോകുന്നതിൻ്റെ ഇപ്പുറം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ആദ്യം ചേർത്ത ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. സീസൺ കഴിഞ്ഞ് പോകുന്നതിൻ്റെ ഇപ്പുറം തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു. ഇതിൻ്റെ കുറച്ച് ചാറും ആ ഒരു കഷ്ണവും കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ എന്തോരം വേണമെങ്കിലും ചോറിനാട്ടോ. അത്രയും ടേസ്റ്റാണ് ഈ അച്ചാറിന്.